മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 24/1/2002 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. കാർത്തികയാണ് നക്ഷത്രം. കാർത്തിക 3-ാം പാദം, മകരലഗ്നം. ലഗ്നത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ. 2 ശൂന്യം, 3-ൽ കുജൻ, 4 ശൂന്യം, 5-ൽ ചന്ദ്രൻ, ശനി, 6-ൽ ഗുരു അഥവാ വ്യാഴം, രാഹു. 7, 8, 9, 10, 11 ഭാവങ്ങൾ ശൂന്യം. 12-ൽ കേതു, ഗുളികൻ. ആദ്യമേ പറയാം, വളരെ പവർഫുള്ളായിട്ടുള്ള കാളസർപ്പയോഗമുള്ള ഒരു ഗ്രഹസ്ഥിതിയാണിത്. സ്ത്രീ ജാതകവുമാണിത്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത്. അദ്ദേഹം വിളിച്ച ഉടനെ തന്നെ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവസരങ്ങൾ ധാരാളമായിട്ട് വരും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് വന്നതുപോലെ തന്നെ ഇല്ലാതായി മാറുകയും ചെയ്യും. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ 6-7 വർഷത്തിൽ കൂടുതലായിട്ട് ഇതേ രീതി തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. മനസ്സിലാക്കേണ്ടത്, ഏതൊരാളുടെ ഗ്രഹനിലയിലാണെങ്കിൽ പോലും കാളസർപ്പയോഗം പോലെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള യോഗങ്ങൾ ഉണ്ട് എങ്കിൽ 1-2 ഗ്രഹങ്ങൾ എങ്കിലും അതിൽ തന്നെ, പ്രത്യേകിച്ചും വ്യാഴം ഏറ്റവും അനുകൂലമായി നിന്നുകൊണ്ട് ബലമുള്ള ദൃഷ്ടികൾ നടത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതല്ലാത്ത പക്ഷം നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ തോത്, കട്ടി സ്വഭാവം, അൺലക്ക് കൂടുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ഷാമം അനുഭവിക്കപ്പെടുകയും ചെയ്യാം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ കാളസർപ്പയോഗം എന്നൊക്കെ പറയുന്നത്. കൃത്യമായിട്ട് 12ഓളം തരത്തിലുള്ള കാളസർപ്പയോഗങ്ങളുണ്ട്. അത് രാഹുകേതുക്കൾ നിൽക്കുന്ന പൊസിഷൻസ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ 12-ൽ കേതു നിൽക്കുകയും 6-ൽ രാഹു നിൽക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും പരിഹാരം കൊടുക്കേണ്ടുന്ന ഗ്രഹം സാക്ഷാൽ വ്യാഴം രാഹുവിനോടൊത്ത് തന്നെ നിലയുറപ്പിച്ചു. അവിടേക്ക് കുജൻ്റെ ദൃഷ്ടിയും വന്നു. മാത്രവുമല്ല, അത് ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴവുമായി. ഈ വ്യാഴത്തെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. തന്നെയുമല്ല, വ്യാഴം 6-ലുമായിപ്പോയി. അപ്പോൾ 6-ൽ നിൽക്കുന്ന വ്യാഴം, ഗുളിക ഭവനാധിപനായ വ്യാഴം, ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം, രാഹുവിനോടൊത്ത് നിൽക്കുന്ന വ്യാഴം. ചുരുക്കി പറഞ്ഞാൽ ആ വ്യാഴം അവിടെ ഉള്ളതും ഇല്ലാത്തതും ഏതാണ്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. രാഹുദശ പ്രസ്തുത വ്യക്തിക്ക് നടക്കുകയും ചെയ്യുന്നു. അങ്ങേയറ്റം മോശമാണ്. കാളസർപ്പയോഗത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ ഉണ്ട്. പക്ഷേ അത് അതീവ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഗ്രഹനിലകളുടെ പാറ്റേൺ ഉണ്ട്. അതേപോലെ തന്നെ കാളസർപ്പയോഗം ഉണ്ടെങ്കിൽ പോലും ചെറിയ ഡിലേ കാര്യങ്ങളൊക്കെ ആദ്യം വന്നിട്ട് പിന്നീട് അങ്ങ് മാറി ഏറ്റവും ഗംഭീരമായിട്ട്, കാളസർപ്പയോഗം കൊണ്ടല്ല, മറ്റ് ഗ്രഹങ്ങളുടെ ബലം കൊണ്ട് ഏറ്റവും ഗംഭീരമായിട്ട് പോകുന്ന അവസ്ഥകളുണ്ട്. കാളസർപ്പയോഗം എന്നും എപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. അതിലുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ചില സമയത്ത് ചില ആളുകൾക്ക് വളരെ റെയറായിട്ട് സഡൻ ഗെയിൻസ് കൊടുക്കാറുണ്ട്, പെട്ടെന്നുള്ള നേട്ടങ്ങൾ. പക്ഷേ ഇതിന് നിലനിൽക്കുമോ എന്നൊന്നും അതിന് വലിയ ഉറപ്പൊന്നുമില്ല. ഈ രാഹു കേതു എന്ന് പറഞ്ഞാൽ തന്നെ രാഹു എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുന്നതിന് അതീവ താല്പര്യനാണ്. പക്ഷേ ഇത് നിലനിർത്തി കൊടുക്കില്ല. നിലനിൽക്കണമെങ്കിൽ അതിന് മറ്റ് ഗ്രഹങ്ങളുടെ സപ്പോർട്ട് വേണം. ഇവിടെ അതില്ല. ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ തന്നെ മകരലഗ്നം സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. പൊതുവേ ശുക്രൻ സൂര്യൻ ശത്രുതയുണ്ട് എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തിലൊക്കെ നിൽക്കുന്നത് പൊതുവേ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ധാരാളം ആളുകൾക്ക് കൊടുക്കാറുണ്ട്, വിവാഹ കാര്യങ്ങൾക്കൊഴിച്ച്. പക്ഷേ ഇവിടെ ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലാണ് ലഗ്നം തന്നെ നിൽക്കുന്നതും അതിൽ നിൽക്കുന്ന എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്സ് ബുധൻ, ശുക്രൻ, സൂര്യൻ. ഇതെല്ലാം തന്നെ ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. ലഗ്നാധിപനാകട്ടെ 5-ൽ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനോടൊത്ത് നിൽക്കുന്നു. അവിടേക്ക് വ്യാഴത്തോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയും വന്നു. ടെൻഷൻ, ഓവർ തിങ്കിങ്, നെഗറ്റീവ് തിങ്കിങ്, ആത്മവിശ്വാസം ഇല്ലായ്മ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറഞ്ഞതാണ്. ഇതെല്ലാം അദ്ദേഹത്തിനുണ്ട്. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ചന്ദ്രനോടൊത്ത് ശനി, രാഹു, കേതു, ഗുളികൻ പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അതീവ ബുദ്ധിമുട്ടാണ് എന്ന്. ഇവിടെ ചന്ദ്രനോടൊത്ത് ശനി നിൽക്കുകയും രാഹുവിൻ്റെ ദൃഷ്ടി പ്രസ്തുത ചന്ദ്രനിലേക്കും 5-ൽ ലഗ്നാധിപത്യം വഹിക്കുന്ന ഗ്രഹത്തിലേക്കും വന്നു. പ്രസ്തുത വ്യക്തിക്ക് രാഹുദശയും നടക്കുന്നു. വളരെ മോശമാണ്.
ഇനി അടുത്ത സെക്ഷൻ, ഇദ്ദേഹത്തിനൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അത് പിരിഞ്ഞ് പോകേണ്ടുന്ന അല്ല, തല്ലി തന്നെ പിരിയേണ്ടുന്ന അവസ്ഥ വന്നു. 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ, മനസ്സിൻ്റെ കാരകൻ, ശനിയോടൊത്ത് നിൽക്കുന്നു. രാഹുവിൻ്റെ ദൃഷ്ടിയും വന്നു. മോശമാണ്, ഉപരി അങ്ങേയറ്റം മോശമാണ്. മാത്രവുമല്ല 7ലേക്ക് ഒരു പട ഗ്രഹങ്ങൾ തന്നെ, ഒരു പട, ദാറ്റ് മീൻസ് സൂര്യൻ, ബുധൻ, ശുക്രൻ, ഇതെല്ലാം ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം തൻ്റെ ഏഴാം ദൃഷ്ടി ഈ 3 ഗ്രഹങ്ങളും 7ലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു റൂളുണ്ട്, 7ാം ഭാവാധിപൻ സേഫായിരിക്കണം. ഇവിടെ അത് ശനിയോടൊത്ത് നിന്നു. ശനി ലഗ്നാധിപനുമാണ്. ശനിയുടെ ക്ഷേത്രത്തിൽ സൂര്യനുമുണ്ട്, അവിടെ വിവാഹകാരകനുമുണ്ട്. അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയും വന്നു. 7ാം ഭാവാധിപനെ രാഹുവും ദൃഷ്ടി ചെയ്തു. രാഹു ദശ നടക്കുകയും ചെയ്തു. ശനിയുടെ അപഹാരവും നടക്കുന്നു. ഈ സമയത്ത് തല്ലി പിരിഞ്ഞില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് പിരിയുക? അതും സംഭവിച്ചു. അതേപോലെ തന്നെ ചെലവുകൾ, വരവ് കുറയുകയും ചെലവ് കൂടുകയും ചെയ്യും. കാളസർപ്പയോഗം ശക്തമായിട്ട് കിട്ടും. എന്ന് വെച്ചാൽ 12ൽ കേതു, ഗുളികനോടൊത്ത്, അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാം ദൃഷ്ടി. വ്യാഴം നേരത്തെ പറഞ്ഞു അങ്ങേയറ്റം മോശമായിട്ട് നിൽക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, കൃത്യമായിട്ട് പരിഹാരങ്ങൾ മുൻകൂട്ടി തന്നെ എടുത്ത് പോകേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹനിലയാണിത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത്തരം ഗ്രഹനിലകളൊക്കെ ഉള്ള ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. എൻറ്റയർലി നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിൽ 1% പോലും ഒരു മുന്നോട്ട് പോക്ക് അസാധ്യമായിട്ടുള്ള അവസ്ഥയിലൊക്കെ കൃത്യമായിട്ടൊക്കെ പരിഹാരം അതിൻ്റെ ചിട്ടം പടി ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 30-40% അല്ലെങ്കിൽ ഒരു 40-50% മാറ്റം വരുത്താൻ പറ്റും. ബാക്കി വലിയ പ്രതീക്ഷ വേണ്ട. പ്രത്യേകിച്ച് രാഹുദശയൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ രാഹുദശ തീരണം. എന്നാൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. തീർത്തും വെയിൽ കൊണ്ട് നടന്ന മരുഭൂമിയിൽ നിന്നും ഇനി എത്ര മോശം വ്യാഴമെന്ന് പറഞ്ഞാൽ തന്നെ വ്യാഴമാകുമ്പോൾ സാത്വിക ഗ്രഹമായതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ പെയ്യുന്ന ഒരു മഴ പോലെ ഒരു ആശ്വാസം ഫീൽ ചെയ്യും. അത് തന്നെ ഒരു വലിയ സമാധാനമാണ്. ഈ രാഹു എന്നൊക്കെ പറഞ്ഞാൽ 2038 വരെ ഇത്തരം കാളസർപ്പയോഗമൊക്കെ സജീവമായി നിൽക്കുന്ന, ശക്തമായി നിൽക്കുന്ന ജാതകങ്ങളിൽ രാഹുദശ ലൈഫിൻ്റെ പീക്ക് ടൈമിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓടുക ബുദ്ധിമുട്ടാണ്. ചെലവുകൾ കുത്തനെ കൂടും. കേതു ഗുളികൻ ചെലവിൻ്റെ സ്ഥാനത്ത്, രാഹുവിൻ്റെ ദൃഷ്ടി. മാത്രവുമല്ല ഗുളിക ഭവനാധിപൻ 12, അതായത് ഈ പറയുന്ന കേതു, ഗുളികൻ എല്ലാം നിൽക്കുന്ന രാശിയുടെ അധിപൻ രാഹു പിടിച്ചു വച്ചിട്ടുണ്ട്. മാത്രവുമല്ല നേരത്തെ പറഞ്ഞ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ശക്തമായ റീസൺ കൂടുണ്ട്. 7ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം 7ാം ഭാവാധിപനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3ാം ദൃഷ്ടി വരുന്നു. അങ്ങേയറ്റം മോശമാണ്. ടഫായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ഇനിയാണെങ്കിലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് നാളും ജാതകവും പൊരുത്തവും ഒക്കെ ശരിയായാൽ തന്നെയും കൃത്യമായിട്ട് ആ വ്യക്തി എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷമേ വിവാഹ പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ. അതല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു സൂചനയാണ് വിവാഹം വരെ എത്തിയ ഒരു ബന്ധമാണ് തല്ലിപ്പിരിഞ്ഞ് പോയത്. വിവാഹം വരെ എത്തിയ ബന്ധമാണ് തല്ലിപ്പിരിഞ്ഞ് പോയത് എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരവസ്ഥ സത്യമായി വന്നപ്പോൾ അതിൻ്റെ ടഫ്നെസ് എത്രയാണ് എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപൻ ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞു ഇദ്ദേഹം ആദ്യം ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞ റീസൺ എന്ന് പറയുന്നത്, കാരണമെന്ന് പറയുന്നത് ഈ ജോലി സംബന്ധമായിട്ട് അവസരങ്ങൾ വരുന്നു, അത് പിന്നീട് ഒന്നുമല്ലാതായി പോകുന്നു. ഇദ്ദേഹം തെലുങ്കിൽ ഒരു പ്രോജക്റ്റിന് വേണ്ടി പോയിരുന്നു. ഏതോ 8-9 ദിവസം ഷൂട്ടിംഗ് നടന്നു. അതിന് ശേഷം ആ പ്രോജക്റ്റ് മുടങ്ങിപ്പോയി. അപ്പോൾ അതും അവിടെ ഒരു തുടർച്ച ഉണ്ടായില്ല. 10ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ശത്രുവായ സൂര്യനോടൊത്ത് ഗുളികൻ്റെ തന്നെ ദൃഷ്ടിയിൽ നിൽക്കുന്നു. ഗുളികനാവട്ടെ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലുമാണ്. പവർഫുൾ ദൃഷ്ടിയാണ് ഗുളികൻ കൊടുക്കുന്നത്. ഈ 3 ഗ്രഹങ്ങളെയും ഗുളികൻ ശക്തമായി തന്നെ ബാധിക്കും. ഗുളികൻ്റെ ദൃഷ്ടി ബുധൻ, ശുക്രൻ, സൂര്യൻ. മാത്രവുമല്ല രാഹുദശ നടക്കുന്നു, കാളസർപ്പയോഗമുണ്ട്. ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ അഫക്റ്റ് ആവണ്ടേ? ഇപ്പോൾ കാളസർപ്പയോഗം ഉണ്ടെന്നും പറഞ്ഞ് അത് യാതൊരു രീതിയിലും ഒരാൾക്ക് ദോഷം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അതിനെ കാളസർപ്പയോഗം എന്ന് പറയുന്നത്? ഇതിനെ രണ്ടിനെയും പിടിച്ച് ഇവിടുന്ന് മാറ്റി നിർത്തിയാൽ പോരെ? മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉണ്ട് എങ്കിൽ അതിനെ വെട്ടാൻ തക്ക ശേഷി ആ ഗ്രഹനിലയ്ക്ക് ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. കാളസർപ്പയോഗത്തെ ഭയക്കേണ്ടുന്നത് തന്നെയാണ്. ധാരാളം ആളുകൾ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ, ഈ വ്യക്തി തന്നെ 7-8 വർഷമായിട്ട് പ്രസ്തുത തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നു. എന്ന് പ്രവർത്തനം തുടങ്ങുന്നുവോ തൊട്ട് നെക്സ്റ്റ് ആയിട്ടൊരു ഒബ്സ്റ്റക്കിൾ വരും, അത് മുടങ്ങും. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് കൃത്യമായിട്ട് നേരത്തെ കൂട്ടിയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പരിഹാരം, അത്
ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരം മാത്രമല്ല, പ്രാക്ടിക്കൽ റെമഡി ഉണ്ട്. നിത്യജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോകേണ്ടുന്ന ചില ചിട്ടകളുണ്ട്. ഈ 12-ലൊക്കെ കേതു, അതേപോലെ തന്നെ ഗുളികൻ, രാഹുവിൻ്റെ ദൃഷ്ടിയെ കൊണ്ട് 12-ാം ഭാവം സേഫ് അല്ല എങ്കിൽ ചിലവുകൾ അങ്ങ് കൂടും. എന്ന് വെച്ചാൽ 100 വന്നാൽ 1000 പോകുന്നൊരവസ്ഥയുണ്ടാകും. അതിനൊരു റെമഡി പ്രാക്ടിക്കലി ആദ്യം അപ്ലൈ ചെയ്യുക. അതിനോടൊത്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു 60-70% നേട്ടമുണ്ടാവുക തന്നെ ചെയ്യും. ഇത്രയും ടഫായിട്ടുള്ളൊരവസ്ഥയിലും ആ നേട്ടം കിട്ടും. പക്ഷേ അത് ചിട്ടം പ്രകാരം ചെയ്യണം. അല്പം മുഷിഞ്ഞെങ്കിലേ മെനക്കെട്ടെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹസ്ഥിതിയാണിത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 9-ാം ഭാവാധിപൻ, ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപൻ, ലഗ്നത്തിൽ നിൽക്കുന്നു. നെക്സ്റ്റ് വരാൻ പോകുന്നത് ബുധൻ്റെ അപഹാരമാണ്. ബുധൻ ശുക്രൻ നല്ല കോമ്പിനേഷനാണ്. ബുധൻ സൂര്യൻ നല്ല കോമ്പിനേഷനാണ്. കൃത്യമായിട്ട് വേണ്ടുന്ന രീതിയിൽ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ബുധൻ്റെ അപഹാരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭാഗ്യാധിപൻ്റെ അപഹാരം എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു പവർ, അധികാരമുണ്ട്. ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. അതിനെ ഒഴിവാക്കാൻ തക്ക രീതിയിലുള്ള പരിഹാരം കൃത്യമായിട്ട് ചെയ്യുകയും അതിന് വേണ്ടുന്ന കരുക്കൾ നീക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ കാളസർപ്പയോഗം ഉള്ളപ്പോൾ പോലും, അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾക്കും ഒരു നീക്കം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ്. അങ്ങനെയൊക്കെയാണ് ഇത്തരം യോഗങ്ങൾ ടഫായി നിൽക്കുന്ന ആളുകൾക്ക് ലക്ക് വൈസ് ഏതെങ്കിലും ഒരു അപഹാരം വന്ന് വീഴും. അവിടെ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് തുടങ്ങിക്കിട്ടിയാൽ പിന്നെ ഇതങ്ങ് പോകും. പിന്നെ അതിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്താൽ മതി. ഇത് ഒന്നും ചെയ്യാൻ പറ്റാതെ 0-ലിരിക്കുന്നതും ഒരു 10% ചെയ്തിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നെഗറ്റീവായി സംഭവിച്ചാലും പിടിച്ചു നിൽക്കാം. ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡെഡ് എൻഡാണ്. ആ പോയിന്റിനെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പറ്റിക്കഴിഞ്ഞാൽ ഈ വണ്ടി ഉരുണ്ടോളും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ കാർത്തികയാണ് നക്ഷത്രം, 2003 വരെ സൂര്യൻ, അതിനുശേഷം ചന്ദ്രൻ 2013 വരെ, അതിനുശേഷം കുജൻ 2020 വരെ, അതിനുശേഷം രാഹു 2038 വരെ, ശേഷം ഗുരു 2054 വരെ, അതിനുശേഷം ശനി 2073 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ശനിയാണ്. നേരത്തെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ശനി നിൽക്കുന്നത് ചന്ദ്രനോടൊത്ത്, മനസ്സിൻ്റെ കാരകനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ്. അതേപോലെ തന്നെ 2028 സെപ്റ്റംബർ 2 വരെയാണ് ശനിയുടെ അപഹാരമുള്ളത്. ടെൻഷൻ സ്വാഭാവികമായിട്ടും കൂടും. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, മനസ്സ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം ശ്രദ്ധ കൊടുക്കേണ്ടുന്ന, ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ രീതിയിൽ ഓവർ തിങ്കിങ് നടത്തുന്ന മനസ്സിനെ സ്വയം ടോർച്ചർ ചെയ്യുന്ന ഒരു സമയം തന്നെയാണിത് എന്ന് തിരിച്ചറിയുക. അതിന് വേണ്ടുന്ന പരിഹാരം കൃത്യമായി തന്നെ ചെയ്യുക. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.